മനുഷ്യബോധത്തിന്റെ 8 പരമാവധി സാധ്യതകളായ അഷ്ടസിദ്ധികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: അഷ്ടസിദ്ധീസ്, unlocking the 8 highest possibilities of human consciousness. നമ്മൾ ഇന്ന് പുതിയൊരു പരമ്പരയിലേക്ക് കിടക്കുകയാണ്. അഷ്ടസിദ്ധികൾ. എന്താണ് അഷ്ടസിദ്ധികൾ? അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് സിദ്ധി എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് ചില തവണ സംസാരിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ പരമ്പരയിൽ, ആത്മയാനത്തിന്റെ പരമ്പരയിൽ നമ്മൾ ഈ സിദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇതും കണക്കാക്കാം. എന്താണ് സിദ്ധി? ഈ സിദ്ധിയെ കുറിച്ച്, അഷ്ടസിദ്ധികളെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത്, എന്തെല്ലാമാണ് അഷ്ടസിദ്ധികൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ ജീവിതത്തില് ഈ സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് താല്പര്യമാണ്. സൂപ്പർമാനോടും ഹനുമാനോടും ഒക്കെ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വീഡിയോ കാണുന്നത് ഈ സൂപ്പർമാൻ എഫക്റ്റ് ഉള്ള ആളുകളായിരിക്കും. ഒന്നെങ്കിൽ സൂപ്പർമാൻ, അല്ലെങ്കിൽ സ്പൈഡർമാൻ, അല്ലെങ്കിൽ ഹനുമാൻ. ഏതെങ്കിലും മാനിന്റെ പുറകെ ആയിരിക്കും. അത് സൂപ്പർ ഹ്യൂമൻ ആണ്. എന്ന് വെച്ചാൽ ട്രാൻസെൻഡന്റൽ ഹ്യൂമൻ, ഒരു സാധാരണ മനുഷ്യനും അതീതമായ ശേഷികളുള്ള ആളുകൾ. അപ്പോ അത്തരം കാര്യങ്ങളോട് വളരെയധികം താല്പര്യമുണ്ട്. ഭാരതത്തിൽ പ്രത്യേകിച്ചും ഹനുമാനെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഹനുമാൻ പറന്നു നടക്കുന്നതും മലയെടുത്തു പൊക്കുന്നതും വളരെ ചെറുതായി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള കേൾക്കാൻ ഇമ്പമുള്ള കുട്ടിക്കഥകൾ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, പുരാണ കഥകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നല്ല പരിചയമാണ്. പക്ഷെ ഇതൊക്കെ പുരാണത്തിലുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഗന്ധം പോരാ എന്നുള്ളതാണ്. പക്ഷെ അത് ജീവിതത്തിൽ അത് അവൈലബിൾ ആണെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അത് എന്ത് രൂപത്തിലാണത് എന്നുള്ളത് പരിശോധിക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ. പ്രത്യേകിച്ചും നമ്മളിവിടെ ഡീപിക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണുന്ന സമയത്ത് ആ ഡീപിക്കോളജിയിലൂടെ ഈ സിദ്ധികളെ, മനുഷ്യൻ ആർജിച്ചിട്ടുള്ള സിദ്ധികളെ എങ്ങനെ ബോധ്യപ്പെടണം എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഡീപിക്കോളജിയുടെ ഓരോ ഇക്കാര്യത്തിലുള്ള പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് കൂടെ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇന്ന് പ്രാഥമികമായിട്ട് എന്താണ് സിദ്ധികൾ, എന്താണ് അഷ്ടസിദ്ധികൾ, അത് എവിടെ പറയുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള പരമാവധി സാധ്യത പലപ്പോഴും നമ്മൾ തിരിച്ചറിയാം. സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ, ടീച്ചർമാര് കുട്ടികളോട് പറഞ്ഞു, നീ വിചാരിച്ചാൽ നടക്കും, നിന്നെ കൊണ്ട് കഴിയും, നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ, നിനക്ക് ഈ പരീക്ഷ വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ IAS ഒക്കെ പഠിക്കുന്ന കുട്ടികള് അവരുടെ പഴയ 1ാം ക്ലാസ്സിലെ മാഷ അല്ലെങ്കിൽ പണ്ട് പഠിപ്പിച്ച ഏതെങ്കിലും ടീച്ചേഴ്സിനെ കാണാൻ പോകുന്ന സമയത്ത് ആ ടീച്ചേഴ്സിന് ഇവരെക്കാളും കോൺഫിഡൻസ് ആയിരിക്കും, നിനക്കത് കഴിയും എന്ന് പറയും. പക്ഷെ IAS പോയിട്ട് പല ക്ലാസ്സുകളിലും എത്താത്ത പല വ്യക്തികൾക്കും, ഇപ്പോ പഠിച്ചിട്ട് പരീക്ഷ കടന്നു പോകാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തിയിട്ട് അതിലപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തവർ, ചില സ്വപ്ന പദ്ധതികൾ ഇട്ടിട്ട് അത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നവർ, അവരത് നടപ്പിലാകാതെ നിൽക്കുമ്പോൾ സ്വന്തം ശേഷിയുടെ കുറവ് കൊണ്ടാണോ അതോ സ്വന്തം ശേഷിയുടെ സാധ്യതകൾ അറിയാത്തത് കൊണ്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും അതിലെ കാര്യം എന്ന് വെച്ചാൽ ഹ്യൂമൻ പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇമ്മേഴ്സാണ്. എന്ന് വെച്ചാൽ അതിനൊരു പരിമിതിയില്ല, അപരിമേയമായ ശേഷിയാണ് മനുഷ്യനുള്ളത്. അത് മനസ്സിലാവണമെങ്കിൽ പുറത്ത് ലോകത്തേക്ക് ഇറങ്ങി നോക്കിയാൽ മതി. കാട്ടിനകത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ നാട്ടിലേക്ക് ഇറങ്ങി നടിയിൽ തുടങ്ങി കൃഷി ഉണ്ടാക്കി അവയെല്ലാം വിറ്റ് പണമുണ്ടാക്കി ആ പണം ഉപയോഗിച്ച് അവൻ ഒരുപാട് സ്വപ്നം കണ്ട് ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി ഇപ്പൊ ബുർജ് ഖലീഫയും അതിനേക്കാൾ വലിയ ഖലീഫകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അത്രയും വലിയ സൃഷ്ടികൾ, അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ,
നാശത്തിനോ നന്മയ്ക്കോ വേണ്ടി ആയിക്കോട്ടെ. പക്ഷെ എന്നാലും അത്രയും വലിയ സൃഷ്ടികൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഹനുമാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മള് എന്താ പറയാ, അത് വെറും സ്വപ്നമാണെന്ന് പറഞ്ഞിരുന്നില്ല. റൈറ്റ് സഹോദരന്മാര് കുറച്ച് ദൂരത്തേക്ക് പറഞ്ഞു. ഇപ്പോ നമ്മൾ ലോകമെമ്പാടും പറക്കുന്നു. ലോകം മുഴുവൻ ചുറ്റി വരാൻ നമുക്ക് ഒരു ദിവസം താഴെ ഇറങ്ങാതെ തന്നെ നമുക്ക് ചുറ്റി വരാം, അല്ലെ? ഒരു ദിവസം കൊണ്ട് നമുക്ക് ലോകം മുഴുവൻ ചുറ്റി വരാം. അപ്പോ ഈ വിധത്തിലുള്ള സാങ്കേതികമായ മുന്നോട്ടു പോക്ക്, മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മൾ മനുഷ്യകുലം മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ല, ഓരോ മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ വിധത്തിലുള്ള ഒട്ടേറെ ശേഷികൾ ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കഴിയാതെ പലരും പുറകോട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത്. നമ്മുടെ പാരഡൈം, അല്ലെ? അപ്പോ ആ അറിവ് അവിടെ ഇരിക്കട്ടെ, നമ്മളിത് പുതിയ രീതിയിൽ കാണുകയാണ്. അപ്പോ സ്വന്തം അറിവില്ലായ്കയാണ് നമ്മുടെ സാധ്യതകളെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നത്. നമുക്ക് അറിയാത്തതാ, നമ്മൾ അറിയുന്നില്ല എന്താണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് അറിയുന്നില്ല. അവിടെ നമ്മുടെ ബോധത്തിന്റെ പരിമിതിയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ, അവര് ഫെസിലിറ്റി തേടുന്നതിലൊക്കെ അവർ പുറകിലായിരിക്കും ഉണ്ടാവും. നഗരത്തിലുള്ള ആളുകൾ ഇതെല്ലാം ചെറിയ കാലം മുതലേ കണ്ടു വളർന്നുകൊണ്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അവർക്ക് ബോധത്തിന്റെ പരിമിതി ഉണ്ടാവില്ല. അവർ ബോധത്തെ സുഖമായിട്ട്, അവരുടെ ബോധം ഇതിനോടൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് ഇവയെല്ലാം എടുത്ത് ഉപയോഗിക്കും. ഉപകരണങ്ങളാണെങ്കിലും സങ്കേതങ്ങളാണെങ്കിലും ധനാഗമന പരിപാടികളാണെങ്കിലും ഒക്കെ. ഇതിന്റെയും അപ്പുറത്ത് നമുക്കുണ്ടാവുന്ന വേറൊരു പ്രശ്നം, നമുക്ക് ഈ കാര്യങ്ങളെ, നമുക്ക് ഉയർന്ന ചില കാര്യങ്ങളെല്ലാം നേടണം എന്നുണ്ട്. പക്ഷെ നേടുന്നതിനേക്കാളും നമുക്ക് താല്പര്യം മറ്റു പലതിനോടുമാണ്. ഇപ്പൊ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. നമുക്കൊരു കാര്യം നേടണമെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച് കാത്തിരിക്കുന്ന ഒരവസ്ഥ അതില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വേണം എന്നുള്ളതാണ്. ഇപ്പൊ വേണം എന്നുള്ളത് ആ വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് പലതിലും എത്താൻ കഴിയാതെ പോകും. പിന്നെ നമുക്ക് ഉള്ളിൽ നിന്നുമുള്ള കടുത്ത ത്വരകൾ നമുക്ക് വരാറുണ്ട്. പല കാര്യങ്ങൾ ചെയ്യാൻ വരാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെ അവഗണിക്കും. മൊത്തത്തിൽ ഈ ആത്മവികാസമില്ലായ്കയാണ് ഈ നമുക്ക് ശേഷികൾ വന്ന് ചേരാത്തതിന്റെ, അല്ലെങ്കിൽ മനുഷ്യന് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾക്കും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധാരണ മനുഷ്യർ കൂട്ടാക്കാത്തത്. അല്ലാതെ ആർക്കും ശേഷിയില്ലാഞ്ഞിട്ടല്ല, ആർക്കും കഴിയാഞ്ഞിട്ടല്ല. കഴിവുണ്ട്, ശേഷിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കില്ല. ഇത് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ നമ്മളതിനെ സിദ്ധി എന്ന് പറയും. ഇത് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമുക്ക് സാധാരണ ഉള്ളതല്ലാതെ നമുക്ക് സവിശേഷമായ ഒരു രീതിയിൽ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുമ്പോൾ, കാര്യങ്ങളെ നേടാൻ കഴിയുമ്പോൾ, ആ നേടാൻ കഴിയുന്ന കാര്യത്തിന് സിദ്ധി എന്ന് പറയാം. സിദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേട്ടം അല്ലെങ്കിൽ പ്രാപ്തി എന്നുള്ളതാണ്. ഞാൻ സിദ്ധിച്ചത്, അവിടെ നിന്നാണ് ഞാൻ ആ ശേഷി സിദ്ധിച്ചത് എന്ന് പറയില്ലേ, ആ നേട്ടം, പ്രാപ്തി എന്നുള്ളതാണ് സിദ്ധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിദ്ധി എന്നുള്ളതിന് പരിപൂർണത എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പൊ ഇത് സിദ്ധി ഉണ്ടാവുക നടത്തുന്ന ആത്മസാധനയുടെ ഫലമായിട്ടാണ്, അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള പ്യൂരിഫിക്കേഷന്റെ ഫലമായിട്ടാണ്. സത്യത്തിൽ ഇതെന്താണ്? ബോധപരിണാമമാണ്. നമ്മളിപ്പോ ഡ്രൈവിംഗ് എന്നുള്ള ഒരു കല പഠിക്കാൻ പോകുന്ന സമയത്ത് അയാൾ ആദ്യം പറഞ്ഞത് ABC, ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച് എന്നൊക്കെ പറഞ്ഞ് ഇത് എന്താ സാധനം എന്ന് പോലും നമുക്കറിയില്ല. വളയത്തിൽ പിടിച്ച വലത്തോട്ട് തിരിക്കുക എന്നല്ലാതെ എന്തിനാണെന്ന് അറിയില്ല, ഗിയർ എന്തിനാണെന്ന് അറിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഇത് ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴൊക്കെ പല പാളിച്ചകൾ വന്നിട്ട് ആശാന്റെ വായിൽ നിന്നുള്ളതൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ പേടിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ പാസ്സായി അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഈ ലോകം മുഴുവൻ വണ്ടി ഓടിച്ചു നടക്കും. അതായത് അരമണിക്കൂർ വീതം ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം 40 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴേക്കും ശരീരത്തിന് വഴങ്ങി വന്നിട്ടുണ്ടാവും. ആ ശരീരത്തിന് വഴങ്ങി വന്ന കാര്യം പിറ്റേന്ന് മുതൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നുണ്ട്. അത് ഓരോ ദിവസവും വൈകുന്നേരവും ചെയ്യുന്ന കാര്യം ശരീരത്തിൽ ഒരു പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാക്കും. അത് രാത്രി കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഈ ന്യൂറൽ പാത്വേ അവിടെ സ്ഥിരമായി തീരും. അതുപയോഗിച്ചിട്ട് അടുത്ത ദിവസത്തെ പ്രാക്ടീസ് ചെയ്യുന്നു, അത് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള പാത്വേ ഉണ്ടാക്കും. ഇങ്ങനെ ചെയ്ത് 10-40 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരം മുഴുവൻ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറും. അങ്ങനെ നമ്മുടെ ശരീരം എത്തിച്ചേരുന്ന ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ പഴയ കാലത്ത് പഠിക്കുമ്പോൾ
കവിതകളൊക്കെ വായിച്ച് നമ്മള് അല്ലെങ്കിൽ പദ്യങ്ങളൊക്കെ വായിച്ച് കാണാപ്പാഠം പഠിക്കാൻ അങ്ങനെ നോക്കിയാലൊന്നും കിട്ടൂല. അപ്പൊ എന്റെ അമ്മയൊക്കെ പറയും, നീ അത് ഒരു 3 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചിട്ട് കിടക്ക് എന്ന് പറയും. 3 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചിട്ട് കിടക്കും. പിറ്റേഴ്സിന്റെ രാവിലെ എഴുന്നിട്ട് കാണാപ്പാഠം ആയിട്ട് അങ്ങ് പറയും. അത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പദ്യങ്ങളൊക്കെ ആദ്യകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. പിന്നെ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. പിന്നെ പോയാൽ വേർഡ്സ് വർത്തിനെയൊക്കെ ഞാൻ തന്നെ എഴുതലായി. അതാണ് സൗകര്യം തോന്നി പഠിക്കുന്നതിനേക്കാളും. അപ്പൊ എന്നാലും നമ്മൾ ഈ പഠനം എന്നുള്ള പരിപാടി നമ്മുടെ ഉള്ളിൽ സ്ഥിതപ്രതിഷ്ഠ നേടണമെങ്കിൽ, പഠിക്കുന്ന പ്രോസസ് സ്ഥിതപ്രതിഷ്ഠ നേടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഫ്ലോ സ്റ്റേറ്റ് വർക്ക് ചെയ്യണം. അതുപോലെ ഡ്രൈവിങ്ങിന്റെ കാര്യം, ഇതുപോലെ നമ്മൾ നടക്കുന്നത് സംസാരിക്കുന്നതൊക്കെ ഈ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് വന്നതുകൊണ്ടാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്തതുകൊണ്ട് ഇതിനെ സിദ്ധിയായിട്ട് ആരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഇത് എല്ലാവരും ചെയ്യാത്തപ്പോൾ നമുക്ക് സവിശേഷമായി വന്നു ചേരുമ്പോൾ നമ്മൾ അതിനെ സിദ്ധി എന്ന് പറയും. ഇത് ബോധത്തിന്റെ ഒരു പരിണാമാവസ്ഥയാണ്. നമ്മുടെ ശേഷികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ്. അതിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും അതീതമായിട്ട് ഉള്ള 8 കാര്യങ്ങളെ കുറിച്ച്, 8 മഹാസിദ്ധികളെ കുറിച്ച് ഭാരത പൗരാണികത പറയുന്നുണ്ട്. അത് യോഗതന്ത്ര പരമ്പരകളിലാണ് 8 സിദ്ധികളെ കുറിച്ച്, മഹാസിദ്ധികളെ കുറിച്ച് പറയുന്നത്. ഇത് ആത്മീയമായ ഒരു പ്രാപ്തിയായിട്ടാണ് അവിടെ പറയുന്നത്. ആത്മീയമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആയിട്ട്. സത്യത്തിൽ അത് ഉയർന്ന തരത്തിലുള്ള ഒരു ബോധാവസ്ഥയാണ്. ആ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്ന എന്താണ് നമുക്ക് പറയാം, അഷ്ടസിദ്ധികൾ എന്ന് പറയുന്ന ശേഷി വരുന്ന സമയത്ത് മനുഷ്യൻ വളരെ സൂക്ഷ്മമായ സാധ്യതകളിലേക്ക്, അവന്റെ അപരിമിതമായ സാധ്യതകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതല്ലാത്ത, എല്ലാവരും ആർജിക്കുന്നതല്ലാത്ത സിദ്ധി, വളരെ വിശേഷപ്പെട്ട സിദ്ധി. ആ സിദ്ധികളെയാണ് ഇവിടെ അഷ്ടസിദ്ധി എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ വളരെ വിപുലമായ ഒരു സാധ്യതയാണ് മുമ്പ് തുറന്നു വയ്ക്കുന്നത്. ഈ അഷ്ടസിദ്ധികളെ കുറിച്ച് യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്, ഹനുമാൻ ചാലിസയിൽ പറയുന്നത്. അവിടെയൊക്കെ പ്രതിപാദനങ്ങളാണുള്ളത് കേട്ടോ. പിന്നെ ഈ സിദ്ധ സമ്പ്രദായത്തില്, തിരുമന്ദിരത്തില് ഒക്കെ അഷ്ടസിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ നാഥ പരമ്പരയുണ്ടല്ലോ, നാഥപരമ്പര, അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഈ അഷ്ടസിദ്ധികളെ കുറിച്ച് പറയുന്നത്. ഇതുപോലെ ഭാരത പൗരാണത്തിലെ ഒരുപാട് ഇടങ്ങളിൽ ഈ സിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഈ ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇക്കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റേ ഇലീഡിലും ഒഡീസിയിലും ഒക്കെ സവിശേഷതകൾ നിറഞ്ഞ വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഈ സിദ്ധി എന്ന് പറയുന്നത് അഷ്ടസിദ്ധി എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലാണ് പറയുന്നത്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സിദ്ധ വീക്ഷണത്തിലാണ് ഇത് പറയുന്നത്. അപ്പോ ഇതിൽ അഷ്ടസിദ്ധി എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തത് അണിമ എന്ന് പറയുന്നതാണ്. അണിമ, അണുവിനെ പോലെ ആയിത്തീരുന്നതാണ് അണിമ. വളരെ സൂക്ഷ്മതയിലേക്ക് ആയിത്തീരുന്നത്. അത് ഹനുമാനെ വെച്ചുകൊണ്ട് ഉദാഹരിക്കുകയാണെങ്കിൽ, ഹനുമാൻ തന്റെ ശരീരത്തെ വളരെ സൂക്ഷ്മമായി ചെറുതാക്കി ചില പഴുതുകളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. ഇത് കഥയാണ് കേട്ടോ, ഇത് കഥയാണ്. ആന്തരാർത്ഥം വേറെയുണ്ട്. കഥ പ്രകാരം ഹനുമാൻ തന്റെ ശരീരത്തെ വളരെയധികം ചെറുതാക്കി ചെറിയൊരു കുഴലിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ അണിമ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മഹിമയാണ്, വിശാലത. ശരീരത്തെ വളരെ വലുതാക്കി, വിപുലപ്പെടുത്തി, ചെറുതാക്കി എന്ന് പറഞ്ഞ പോലെ വലുതാക്കി, മഹത്തരമാക്കി, വലുതാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥ മഹിമ. ലഘിമ എന്ന് വെച്ചാൽ ലഘുവാകുന്ന, വെയിറ്റ്ലെസ് ആകുന്ന ഒരവസ്ഥ. ആ വെയിറ്റ്ലെസ് ആവുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കാറ്റിനെ പോലെ, പഞ്ഞിയെ പോലെ പോകുന്ന ഒരവസ്ഥ. നാലാമത്തത് ഗരിമ. ഇതിന്റെ ലഘിമയുടെ നേരെ തിരിച്ചുള്ളതാണ് ഗരിമ എന്ന് പറയുന്നത്. ഈ ലഘിമയുടെ പ്രത്യേകത എന്താണ്? ലഘുവായത് കൊണ്ട് ലാഘവം, വെയിറ്റ്ലെസ് ആണ്, അവിടെ പറന്നു കിടക്കും. ഗരിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് വെയിറ്റ് കൂടി, അതുകൊണ്ട് പറക്കൂല, ഒരിടത്ത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കും. നമ്മള് യോഗ സാധനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത്, ശരയോഗത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും അവസ്ഥകളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും കേട്ടോ. പക്ഷെ അത് അവിടെ ഇരിക്കട്ടെ, നമ്മൾ അതിലേക്കുള്ള ഒരു ആമുഖമായിട്ട് ഇത് എടുത്താൽ മതി.
ഇപ്പൊ ഈ 4 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ശരീരത്തെ വലുതാക്കുക, ചെറുതാക്കുക, വെയിറ്റ്ലെസ് ആക്കുക, വെയിറ്റ് കൂടുതലാക്കുക എന്നുള്ള കാര്യങ്ങൾ 4 മനസ്സിലായല്ലോ. ഇനി വേറൊരു രൂപത്തിലാണ്. ഒന്ന് പ്രാപ്തി എന്ന് പറയുന്നതാണ്. പ്രാപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇടത്തെത്തുക, ഒരു കാര്യം നേടുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാപ്തി എന്ന് പറയുന്നത്. അടുത്തത് പ്രാഗാമ്യമാണ്. പ്രാഗാമ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അത് പൂർത്തീകരിക്കുന്ന ഒരവസ്ഥയാണ് പ്രാപ്തി. എനിക്ക് ഇപ്പോ ഒരു ചെറിയ അപകടം പറ്റി, അതുകൊണ്ട് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഇതൊന്ന് കടന്നു കിട്ടണം, അതാണ് പ്രാപ്തി എന്ന് പറയുന്നത്. അതേസമയം എനിക്ക് ഇന്ന വ്യക്തിയെ കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം അച്ചീവ് ചെയ്യേണ്ടത്, എനിക്ക് ഇന്ന കാറ് വാങ്ങേണ്ടതുണ്ട് എന്ന് തോന്നുന്നതാണ് പ്രാഗാമ്യം, ഇച്ഛാപൂർത്തി. നമ്മൾ ആഗ്രഹിക്കും, അത് പൂർത്തീകരിക്കും. അടുത്തത് ഈശ്വിതം എന്ന് പറയുന്നതാണ്. ഈശ്വിതമല്ല, ഈശിത്വം. അതെ, ഈസിയാക്കുന്ന ഒരവസ്ഥ എന്ന് വിചാരിച്ചാൽ മതി. ഈശിത്വം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിന്റെ മുകളിൽ നിയന്ത്രിക്കണം എന്ന് വിചാരിക്കും, അതിനെ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കും. ആ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ് ഈശിത്വം എന്ന് പറയുന്നത്. അടുത്തത് ഒന്നിനെ വശീകരിക്കണം, നമ്മുടെ അടുത്തേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കും, അതാണ് വശിത്വം എന്ന് പറയുന്നത്. അപ്പോ അനിമ അണുവാകുന്നത്, മഹിമ വലുതാകുന്നത്, ലഘിമ വെയിറ്റ്ലെസ് ആവുന്നത്, ഗരിമ വളരെയധികം വെയിറ്റ് കൂടുന്നത്, പ്രാപ്തി എന്ന് പറയുന്നത് നേടലാണ്, പ്രാഗാമ്യം എന്ന് പറയുന്നത് ഇച്ഛാപൂർത്തീകരണമാണ്, ഈശിത്വം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നതാണ്, ഈശ്വരനെ പോലെ നിയന്ത്രിക്കുന്നത്, വശിത്വം എന്ന് പറയുന്നത് സ്വാധീനിക്കുന്നത്. വ്യക്തമായല്ലോ? സത്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണ്? ഒന്ന്, ഈ അനിമ എന്ന് പറയുന്നത് തന്റെ അഹങ്കാരമുണ്ട്. നമ്മൾ ഈ ലോകത്തെ കാണുന്ന സമയത്ത് ഇവിടെ ലോകത്തിലെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പാർട്ടാകുന്നതോ നമ്മുടെ ഉള്ളിൽ ബുദ്ധിമുട്ടാവുകയൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ നമ്മൾ നേടുന്നതോ അവിടെ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതോ അതിന് തടസ്സം നിൽക്കുന്നതോ ഒക്കെയുള്ള എന്താ? അത് അഹമാണ്, അല്ലെ? അഹങ്കാരമാണ്. ഈ അഹം എന്നുള്ളത് തന്നെയാണ് ഈ അവനവൻ കുരിശ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കാതെ നമ്മളെ തടയുന്ന ഒന്നാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഈ അഹങ്കാരത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് സത്യത്തിലെ അഷ്ടസിദ്ധികൾ. ആ സിദ്ധി എന്ന് പറയുന്നത് എപ്പോഴാ വരിക? ഇനി മുതൽ ഞാൻ അയാളോട് ഇങ്ങനെ കയർത്ത് പെരുമാറില്ല എന്ന് പറഞ്ഞിട്ട് ആ പിറ്റേ ദിവസം അയാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മളെടുത്ത് കയർക്കുന്നത് കണ്ടിട്ടില്ല. ഇണയോട്, അല്ലെങ്കിൽ അയൽക്കാരനോട്, അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ അധികാരിയോട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ജീവിത വിജയം കാണിച്ചു തന്ന ഒരാളോടൊക്കെ നമ്മൾ ഈ വിധത്തിൽ പെരുമാറാറില്ലേ? അപ്പൊ അത് പെരുമാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പാകം വരണം. ഈ പാകം വരണമെങ്കിൽ ബോധം പരിണമിക്കണം. ഈ ബോധപരിണാമത്തെ കുറിച്ചാണ് നമ്മൾ ആത്മജ്ഞാനത്തിൽ സംസാരിച്ചത്, ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചത്, അവബോധ തലങ്ങളുടെ പരിണാമം. അത് സംഭവിക്കുമ്പോൾ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ, ഇഷ്ടസിദ്ധി എന്നുള്ള അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഇതിലെ അഹം എന്നുള്ളത് ഒതുങ്ങി അഹങ്കാരം ലയിക്കണം. അഹങ്കാര ലയത്തെയാണ്, അഹങ്കാരം ചെറുതായി അണുവോളം പോവുക എന്നുള്ളതാണ് അനിമ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ശരീരം ചെറുതായി ഹനുമാൻ സൂര്യക്കുഴലിലൂടെ കടന്നുപോയി എന്ന് പറയുന്ന ഒരവസ്ഥയല്ല. മഹിമ വലുതായി, ബോധം വികസിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിലായി എന്നുള്ളതാണ്. ലഘിമ, ഞാൻ അതിലൊക്കെ മനസ്സുകൊണ്ട് കുരുങ്ങി ഇങ്ങനെ നിൽക്കുന്നവരെ ഞാൻ ലഘുവായി, എന്റെ മനസ്സ് ലഘുവായി എല്ലാ കാര്യങ്ങളിലേക്കും പറന്നു നടക്കുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഗരിമ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചെന്നാ പിന്നെ എല്ലാത്തിലോടും ഒട്ടലുണ്ടായി എന്നാണോ? അങ്ങനെയല്ല. മനസ്സിന് സ്ഥിരത വരികയാണ്, നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടാകുന്ന ഒരവസ്ഥ, നമുക്ക് കാര്യങ്ങൾക്ക് ഉറപ്പ് വരുന്ന ഒരവസ്ഥ, കാര്യങ്ങൾക്ക് വ്യക്തത വരുന്ന ഒരവസ്ഥ, അതിനെയാണ് ഗരിമ എന്ന് പറയുന്നത്. അപ്പൊ പ്രാപ്തി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലക്ഷ്യസിദ്ധി തന്നെ. പ്രാഗാമ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ഇച്ഛാശക്തിയാണ്, നമ്മുടെ ഇച്ഛാശക്തി. പിന്നെ ഈശിത്വം എന്ന് പറയുന്നത് അത് സ്വയം നിയന്ത്രണമാണ്. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നില്ല, സ്വയം നിയന്ത്രണം. സ്വയം നിയന്ത്രിക്കുമ്പോൾ മറ്റുള്ളവ നിയന്ത്രണത്തിലാവും. സ്വയം നിയന്ത്രണം ഉണ്ടോ? നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? അത്. അടുത്തത് വശിത്വം എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന മാറ്റം.
സാന്നിധ്യത്തിന്റെ ശക്തി ഉണ്ടാവണമെങ്കിൽ അവിടെ ഇപ്പൊ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഇപ്പൊ ഈ കാന്തം കൊണ്ടുപോകുമ്പോൾ ഇരുമ്പ് പൊടിയൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാറില്ലേ? കാന്തത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ്. ആ ശക്തി വെളിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അകത്തുണ്ടാവുന്നതാണ്. ഈ വശിത്വം എന്നുള്ള സംഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ഈ പറയുന്ന അനിമ മഹിമ ലഖിമ ഗരിബ പ്രാപ്തി പ്രാഗാമ്യം ഈശിത്വം വശിത്വം എന്ന് പറയുന്ന 8 സിദ്ധികൾ ഉള്ളവരായിരുന്നു നമ്മുടെ മുൻകാല യോഗികൾ, ഹനുമാനും ഒക്കെ. നമ്മൾ ഈ കഥയിൽ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം, ഇതുള്ളവർ ഒരുപാട് പേരുണ്ട്. ലോകത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിലുള്ളവരാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അഷ്ടസിദ്ധികൾ നേടിക്കൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്കും ആ ഒരു അളവിലേക്ക് ഉയർന്നുകൂടാ? അത് ജീവിതത്തിന്റെ ചിട്ടയായ ഒരു ക്രമം വേണം. അതിനാണ് നമ്മൾ ഈ ആത്മസാധനകൾ ചെയ്യുന്നത്. ഇനി ഈ ഓരോന്നും ഈ അഷ്ടസിദ്ധികൾ ഓരോന്നും എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? എന്താണ് അതിന്റെ മനോതല പ്രവർത്തനം? അപ്പൊ ആദ്യം കായതല പ്രവർത്തനം സാധന ചെയ്യണം. മനോതല പ്രവർത്തനത്തിന് അതിനെ അറിയണം. ഇനി പ്രാണതല പ്രവർത്തനമുണ്ട്, അതിന് അകം സാധനയിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനും ഈ ബോധ്യം എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് വരാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള പാഠങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുക. അതുവരേക്കും നിങ്ങൾക്ക് എന്തെല്ലാം സിദ്ധികൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം, ഈ പറഞ്ഞതിൽ എന്തെല്ലാം സിദ്ധികൾ ഉണ്ടെന്നും എന്തെല്ലാം ഇല്ലാതെ പോകുന്നു എന്നും ഒന്ന് പരിശോധിക്കുക. ആ അറിവുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.